പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. എന്നോടും നിന്റെ ജനത്തോടും കൃപയുണ്ടെന്നുള്ളത് ഏതിനാൽ അറിയും? നീ ഞങ്ങളോടുകൂടെ പോരുന്നതിനാൽ അറിയും. അങ്ങനെ ഞാനും നിന്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളിൽ വെച്ച് വിശേഷതയുള്ളവരായിരിക്കും എന്ന് പറഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മോശയുടെ പ്രാർത്ഥനയ്ക്കകത്ത് മോശ പറയുന്ന ഒരു വിഷയമാണ്, എന്നോടും നിന്റെ ജനത്തോടും കൃപയുണ്ടെന്നുള്ളത് ഏതിനാൽ അറിയും? നീ ഞങ്ങളോടുകൂടെ പോരുന്നതിനാൽ അറിയും. അങ്ങനെ ഞാനും നിന്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവരായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മളാരാണ്? ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ള ജനമായി തെരഞ്ഞെടുക്കപ്പെട്ടതാണ് ഹല്ലേലൂയ പുതിയ നിയമസഭയെ. ഹല്ലേലൂയ പുതിയ നിയമ വിശ്വാസികളെ ഈ കൃപായുഗത്തിൽ നിങ്ങൾ സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവരാണ്. മോശയുടെ ആഗ്രഹത്തിൽ പ്രാർത്ഥിച്ച് ഇസ്രായേലിനെ കുറിച്ച് ഇത്ര വർണ്ണിക്കാൻ പറ്റുന്ന പോലെ മോശ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് എത്രമാത്രം സന്തോഷിക്കണം. നമ്മളാണ് ഈ വചനത്തിൽ സന്തോഷിക്കേണ്ടത്. ഫ്രൈസ്, നമ്മളാണ് ഈ വചനത്തിൽ ആനന്ദിക്കേണ്ടത്. ഹല്ലേലൂയ. അപ്പം കർത്താവായ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ കർത്താവ് നമ്മളൂടെ ഉണ്ട്, നമ്മളൂടെ പോരുന്നു എന്നുള്ളത് ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമാണ്. മോശ പറയുന്നതിന്റെ സാന്നിധ്യം, തിരുസാന്നിധ്യം കൊണ്ട് പോരണം. ഈ യേശുക്രിസ്തുവിന്റെ അല്ലെങ്കിൽ യഹോവയെ ദൈവത്തിന്റെ തിരുസാന്നിധ്യത്തെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ ഉടനീളം പ്രസംഗിക്കുവാനുണ്ട്. എത്ര ദിവസം പ്രസംഗിച്ചാലും തീരത്തില്ല. ഞാൻ തന്നെ എത്ര ദിവസമായി പറയുന്നത്. ഇനി തുറമാനമായിട്ട് ഇത് എത്ര പറഞ്ഞാലും തീരക്കാം. അങ്ങനെയാണ് ഈ ദൈവത്തിനോട് പറയുന്നത്. അത്ര ശ്രേഷ്ഠമേറിയ മാധുര്യമേറിയതാണ്. അപ്പൊ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ഓരോ ദിവസം ചിന്തിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അനവധി ഭക്തന്മാരുടെ പുസ്തകങ്ങളൊക്കെ വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ച് വളരെ ഒരു ആത്മീയ സന്തോഷം. ഇത്രമാത്രം നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു, ഇത്രമാത്രം നമ്മുടെ ദൈവത്തിന് സ്നേഹമുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു. കാരണം ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവളായി കർത്താവ് നിന്നെ തെരഞ്ഞെടുത്തില്ലേ? ഹല്ലേലൂയ. ലോകം നിനക്ക് അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളും തരണ്ട, ലോകം നിനക്ക് പേരും പുകഴ്ചയും പ്രശസ്തിയൊന്നും തരണ്ട. ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. ഈ ലോകം തരുന്നതിനേക്കാൾ മുമ്പ് നിനക്കുള്ള പ്രശംസ ദൈവത്തിൽ നിന്ന് വന്നിട്ടുണ്ട്, നിനക്കുള്ള പുകഴ്ച ദൈവത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. ലോകം നിന്നെ ആദരിക്കുന്നതിനേക്കാൾ മുമ്പ് കർത്താവ് നിന്നെ ആദരിച്ചിട്ടുണ്ട്. എന്താണ് നിന്നെ ആദരവെന്ന് പറയുന്നത്? സകല ജാതികളിലും വെച്ച് നീ വിശേഷതയുള്ളവളാണെന്നുള്ളതാണ്. കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ? എന്നെ കേൾക്കുന്ന മാതാപിതാ, എന്നെ കേൾക്കുന്ന യുവതി യുവാക്കന്മാരുടെ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ ശക്തമായി ഭൂതന്താ, സകല ജാതികളിൽ വെച്ച് നീ വിശേഷതയുള്ളവനാണുള്ളവളാണെന്നുള്ളതാണ്. പക്ഷെ ഈ വേദപുസ്തകം വായിക്കുമ്പോൾ സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവനായി തെരഞ്ഞെടുത്ത പലരും വീണുപോയിട്ടുണ്ട്. ആ വീണുപോയവരുടെ ചരിത്രം വേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനാണ് വീണുപോയവരുടെ ചരിത്രം രേഖപ്പെടുന്നത്? ഞാനും നിങ്ങളും വീണു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടത്തിൽ അനവധി ആളുകൾ വീണുകൊണ്ടിരിക്കുക. വിശേഷതയുള്ളവരായി തെരഞ്ഞെടുത്ത അനവധി ദൈവമക്കൾ ദൈവകൃപയിൽ നിന്ന് വീണുപോയിക്കൊണ്ടിരിക്കുന്നു. അത് വരാതിരിക്കുവാൻ വേണ്ടിയിട്ടൊരു മുന്നറിയിപ്പാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. രക്തം ചെയ്യുന്ന പകൽ ഈ ദൈവത്തിന്റെ പറഞ്ഞ് നിങ്ങൾക്കൊരു മുന്നറിയിപ്പാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അപ്പം വീണു പോയവരെ കുറിച്ച് പഠിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകം വായിക്കും കാണുന്നത് അതിൽ പ്രധാനിയാണ് ശിംശോൻ. ഹല്ലേലൂയ. ശിംശോൻ എന്ന് പറയുന്ന വ്യക്തി വീണു പോയവരുടെ കൂട്ടത്തിലുള്ള ഒരു മഹാനാണ്. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ വൃതസ്ഥനായി ദൈവം തെരഞ്ഞെടുത്തതാ. സകല ജാതികളും എന്ന് പറഞ്ഞ ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവനായി ശിംശോനെ ദൈവം അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ തെരഞ്ഞെടുത്തു. നാസറുകാരനായി തെരഞ്ഞെടുത്തു. സംഖ്യാപുസ്തകം ആളിലേക്കൊക്കെ വരുമ്പോൾ നമുക്കത് വായിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഇവിടെ ശിംശോൻ വീണുപോയി. എങ്ങനെയാണ് ശിംശോൻ വീണുപോയത്? ഹല്ലേലൂയ. ന്യായാധിപന്മാരുടെ പുസ്തകം, ഹല്ലേലൂയ, സ്തോത്രം, 16-ാം അധ്യായം വായിക്കുമ്പോൾ
അത് മനസ്സിലാക്കാൻ കഴിയും. ശിംശോന്റെ ഒരു ഭാര്യയെ തെരഞ്ഞെടുക്കുന്നു, അവളുടെ പേര് ദലീല. നിങ്ങളെ ഭാഗം വായിച്ചാൽ ഞാൻ മൊത്തം വായിച്ച തീരത്തില്ല. അപ്പം ന്യായാധിപസം 16-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പിന്നെ ദലീല ശിംശോനോട്, നീ എന്നെ ചതിച്ച് എന്നോട് ഭോഷ്ക് പറഞ്ഞു, നിന്നെ ഏതിനാൽ ബന്ധിക്കാം എന്ന് ഇപ്പോൾ എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അവൻ അവളോട്, ഒരിക്കലും പെരുമാറിയിട്ടില്ലാത്ത പുതിയ കയർ കൊണ്ട് എന്നെ ബന്ധിച്ചാൽ എന്റെ ബലം ക്ഷയിച്ച് ഞാൻ ശേഷം മനുഷ്യരെ പോലെ ആകും എന്ന് പറഞ്ഞു. അപ്പൊ ദലീലയുടെ ആഗ്രഹം എന്തോ? ശിംശോന്റെ മഹാശക്തി തകർക്കണം. അതുകൊണ്ട് ശിംശോന്റെ മഹാശക്തി ഏതിലാണെന്നുള്ളത് അവൾക്ക് അറിയണം. അതിന് ഈ ദലീല വളരെ വശീകരണത്തോടെ ശിംശോന്റെ ഹൃദയത്തെ, ഉള്ളത്തെ മുഴുവൻ അറിയാൻ ശ്രമിക്കുക. അപ്പോഴാണ് പറഞ്ഞത്, ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത കയർ കൊണ്ട് എന്നെ കെട്ട്, ഹല്ലേലൂയ, എന്റെ ബലം ക്ഷയിക്കും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, അവൻ പഴയ മനുഷ്യനാകും. അത് കേട്ടുകൊണ്ട് ദലീല പുതിയ കയർ വാങ്ങി അവനെ ബന്ധിച്ച്, ശിംശോനെ, ഫിലിസ്ത്യൻ ഇതാ വരുന്നു എന്ന് അവനോട് പറഞ്ഞു. പതിയിരിപ്പുകാർ ഉൾമുറിയിൽ ഉണ്ടായിരുന്നു. അപ്പം പതിയിരിപ്പുകാരെ ഉൾമുറിയിൽ കൊണ്ട് വെച്ചിട്ടാകട്ടോ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അവനും ഒരു നൂൽ പോലെ തന്റെ കൈമേൽ നിന്ന് അത് പൊട്ടിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. ദലീല ശിംശോനോട്, ഇതുവരെ നീ എന്നെ ചതിച്ചു, എന്നോട് ഭോഷ്ക് പറഞ്ഞു, നിന്നെ ഏതിനാൽ ബന്ധിക്കാം എന്ന് എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു വീണ്ടും അവനെ ഭാരപ്പെടുത്തുക. അപ്പോൾ ശിംശോൻ പറഞ്ഞു, എന്റെ തലയിലെ 7 ജട നൂൽപ്പാവ്, എന്റെ തലയിലെ 7 ജട നൂൽപ്പാവിൽ ചേർത്ത് നെയ്താൽ സാധിക്കും എന്ന് പറഞ്ഞു. അവൾ അങ്ങനെ ചെയ്തു. കുറ്റി അടിച്ചുറപ്പിച്ച ശേഷം അവനോട്, ശിംശോനെ, ഫിലിസ്ത്യൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവൻ ഉറക്കമുണർന്നു നെയ്ത്ത് തടിയുടെ കുറ്റിയും പാവും പറിച്ചെടുത്തു കളഞ്ഞു. 2-ാമത്തെ പ്രാവശ്യവും ദലീല പരാജയപ്പെട്ടു. എന്നിട്ട് അവൾ വിടത്തില്ല കേട്ടോ. ഇതാണ് ഇങ്ങനെയുള്ളവളുമാരുടെ കൂടെ കൂടിയുള്ള കുഴപ്പം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന അഭിഷക്തന്മാരോടും ദൈവഭക്തന്മാരോടും ക്രൈസ്തവരോടും പറയട്ടെ, അനവധി ദലീലമാർ നിന്റെ ഉള്ളം അറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നിന്റെ മഹാശക്തി ഏതിലാണെന്ന് അറിഞ്ഞ് ശിംശോനെ വകവരുത്തുപോലെ നിന്നെ വകവരുത്താൻ പലരും അതിൽ വീണു. നീ വീഴരുത് കേട്ടോ. ഹല്ലേലൂയ. ദൈവം നിന്നെ ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് ഉള്ളവളായി തെരഞ്ഞെടുത്തതാ. വശീകരണത്തിൽ വീഴരുത്. പ്രൈസറോ. ഇന്നത്തെ ക്രൈസ്തവ സമൂഹത്തോട് ഞാൻ പ്രത്യേകമായി പറയാൻ ദൂതാ, ദലീല നിന്നെ ചുറ്റിപ്പറ്റി നടക്കുക വശീകരിച്ച്. നിനക്ക് നല്ല മടി അവൾ ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പം 2 പ്രാവശ്യം എന്ത് ചെയ്തു? ദലീല അമ്മ പരാജയപ്പെട്ടു. 3-ാമത് വീണ്ടും. ഹല്ലേലൂയ. അപ്പോൾ അവനോട്, നിന്റെ ഹൃദയം എന്നോട് കൂടെ ഇല്ലാതിരിക്കെ നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെ? ഈ 3 പ്രാവശ്യം നീ എന്നെ ചതിച്ചു. നിന്റെ മഹാശക്തി ഏതിൽ ആകുന്നു എന്ന് എനിക്ക് പറഞ്ഞു തന്നില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ അവൾ അവനെ ദിവസം പ്രതി വാക്കുകളാൽ ബുദ്ധിമുട്ടിച്ച് അസഹ്യപ്പെടുത്തി. അവൻ മരിപ്പാൻ തക്കവണ്ണം വ്യസനപരവശനായി തീർന്നിട്ട് തന്റെ ഉള്ളം മുഴുവനും അവളെ അറിയിച്ചു. അവസാനം എന്ത് ചെയ്തു? ദലീലയുടെ വാക്ക് കേട്ട്, ചക്കര വാക്ക് കേട്ട്, മുഖസ്തുതി കേട്ട്, അല്ലെങ്കിൽ അവളെ തലോടലും ലാളനും ഒക്കെ ഏറ്റ്, അവിടെ പഞ്ചാര വാക്ക് കേട്ട് എന്ത് ചെയ്തു? ശിംശോൻ തന്റെ ഉള്ളം മുഴുവൻ അറിയിച്ചു. എന്തൊരു വിഡിയല്ലേ. പ്രൈസലോ. ശിംശോൻ ഒരു മനുഷ്യനല്ലേ. ഒരു സ്ത്രീയുടെ വാക്ക് കേട്ടിട്ട് തന്നെ ദൈവം അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ നാസീർവ്വതക്കാരനായി വിശേഷതയുള്ള വ്രതസ്ഥനായി തെരഞ്ഞെടുത്ത അവൻ ഇങ്ങനെയുള്ളവളുമാരോട്, ദലീലയോട് തന്റെ ഉള്ളം പറയാമോ? പ്രൈസലോ. ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ പണ്ടത്തെ പഴമക്കാരൊക്കെ പറഞ്ഞ്, ശർക്കരപാത്രം കണ്ടാൽ ആരും ഒന്ന് കൈയിട്ട് നക്കാൻ നോക്കും. ലേലിയ ശർക്കരപാത്രത്തിൽ ആരും കൈയിട്ട് നക്കും. ഒരു പഴമക്കാർ പറഞ്ഞൊരു പഴഞ്ചൊല്ല്. എത്ര യാഥാർത്ഥ്യമാണ് ശിംശോനെ കുറിച്ച്. ഇന്നത്തെ ക്രൈസ്തവ സമൂഹത്തെ കുറിച്ച് എത്ര യാഥാർത്ഥ്യമാണ് പഴഞ്ചൊല്ലെന്നൊക്കെ പറയുന്നത്. അറയ്ക്കപ്പെട്ടതിനെ നീ തുടരുത്. ദൈവം വെറുക്കപ്പെടുന്നതിനെ നീ തുടരുത്. അശുദ്ധിയെ നീ ആഗ്രഹിക്കരുത്. ദുർമോഹം നിനക്കുണ്ടാകരുത്. ജഡമോഹം നിനക്കുണ്ടാകരുത്. പുതിയ നിയമസഭയുടെ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുക. മോഹങ്ങൾ ജനിക്കുമാർ നീ ജഡത്തിനായി ചിന്തിക്കരുത്. അനവധി ദലീലമാർ നിന്റെ ഹൃദയത്തെ, നിന്റെ ഉള്ളം വശീകരിക്കത്തക്ക നിലയിൽ നിന്നെ വശീകരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളവരുടെ മടിയിൽ നീ തലവെച്ച് കിടക്കരുത്. ഹല്ലേലൂയ. രക്തം ചെയ്യാം, മാനസാന്തരപ്പെടണം കേട്ടോ. നിത്യതയിൽ നീ ഉണ്ടായിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു, യേശു ആഗ്രഹിക്കുന്നു.
പിതാവ് ആഗ്രഹിക്കുന്നു. നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ആ സ്വർഗ്ഗ കാനാൻ നീ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിന്റെ സുഖങ്ങളിലേക്ക് പോകരുത്. ഇസ്രായേൽ അല്ലെങ്കിൽ ദൈവം വാഗ്ദത്ത കാനാൻ ഒരുക്കി വെച്ചിട്ട് ആ വാഗ്ദത്ത കാനാനിലേക്കുള്ള യാത്രമധ്യേ മോശയുടെ പ്രാർത്ഥനയ്ക്കകത്ത് പറയുക, നിന്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ പോരണം. അങ്ങനെ ഞാനും നിന്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളിൽ വെച്ച് വിശേഷതയുള്ളവരായിരിക്കും. മോശയുടെ പ്രാർത്ഥന പോലെ പുതിയ നിയമസഭയോട് സ്വർഗത്തിലെ ദൈവത്തിന് പറയുവാനുള്ളത്, ഹല്ലേലൂയ, നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗീയ കാനാനിൽ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരായി അവിടെ ചെന്ന് പറ്റണം. ഹല്ലേലൂയ. ഈ തട്ടാമുട്ടി ഉപയോഗിച്ചൊന്നും സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. ഉപാധികളും മനുഷ്യന്റെ തന്ത്രങ്ങൾ കൊണ്ടൊന്നും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവനായി തെരഞ്ഞെടുത്ത നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിനകത്ത് വിശുദ്ധിയിൽ നീ ഉറച്ചു നിൽക്കണം. അനവധി ദലീലമാർ നിന്നെ വശീകരിച്ചുകൊണ്ട് പാപത്തിൽ വീഴ്ത്തി നിന്റെ മേലുള്ള കൃപ നശിപ്പിച്ചു കളയുക, നിന്റെ മേലുള്ള അഭിഷേകം നഷ്ടപ്പെടുത്തുവാൻ പിശാച് പദ്ധതിയിട്ടുകൊണ്ടിരിക്കുക. ദൈവസഭയ്ക്കകത്ത് അനവധി ദലീലമാർ കഴിഞ്ഞ നാളുകൾ എഴുന്നേറ്റു. നിങ്ങളോട് 2023 നമ്മുടെ സഭയെന്ന് പരിശോധിച്ച് നോക്കിയാണ്, ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് പരിശോധിച്ച് നോക്കിയാൽ എത്രയെത്ര ദലീലമാരാണ് സഭയ്ക്കകത്തിരുന്ന് കൈകൊട്ടി പാട്ടുപാടി ആരാധിച്ചത്. കൈകൊട്ടി പാട്ടുപാടി ആരാധിച്ചപ്പോൾ എത്ര ദലീലമാരാണ് ശുശ്രൂഷകന്മാരെ വശീകരിച്ച് അവരുടെ മടിയിൽ കിടത്തിയത്. അതിന്റെ ഫലമായി എത്ര ആളുകളാണ് ശുശ്രൂഷ നഷ്ടപ്പെട്ട് അഭിഷേകം നഷ്ടപ്പെട്ട ശേഷം മനുഷ്യരെ പോലെയായത്. ഹല്ലേലൂയ. നിനക്കെതിരെ വ്യാപരിക്കുന്ന ഫിലിസ്ത്യ ശക്തി നീ തിരിച്ചറിയണം. ഈ ദൈവത്തിന്റെ വചനമൊക്കെ പറഞ്ഞ് നീ ലജ്ജിക്കാതിരുന്ന് കേൾക്കണം, തലമുനിക്കാതിരുന്ന് കേൾക്കണം, മുഖം താഴ്ത്താൻ നീ നോക്കണം. അല്ലെങ്കിൽ ഈ വചനം കേൾക്കുമ്പോൾ വചനം പ്രസംഗിക്കുന്നവരെ മുഖത്ത് നോക്കിയിരുന്ന് കേൾക്കണം. നിന്റെ പാപത്തെക്കുറിച്ച് നിനക്ക് ബോധ്യപ്പെടണം, പാപബോധം നിനക്കുണ്ടാകണം. നിന്റെ അശുദ്ധി നീ നീക്കിക്കളയണം, നിന്റെ ജഡിക താല്പര്യത്തെ നീ നീക്കിക്കളയണം. നിന്നെ വശീകരിക്കുന്ന വശീകരണ ശക്തിയെ നീ തിരിച്ചറിയണം. ഹല്ലേലൂയ. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന ഞാൻ പറയട്ടെ, ഞാനൊരു ശുശ്രൂഷകനായി നിൽക്ക ചെയ്ത് എന്തെല്ലാം വശീകരണ വാക്കുകൾ ആൾക്കാർ പറയാറുണ്ടെന്ന് പറയോ. ഹല്ലേലൂയ. പാപത്തിലേക്ക് നമ്മെ വീഴ്ത്തുന്ന, പാപത്തിലേക്ക് നമ്മെ വശീകരിക്കുന്ന മോഹന വാഗ്ദാനങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മെ സന്തോഷിപ്പിക്കുന്ന, നമുക്ക് രസം പകരുന്ന, നമ്മെ സുഖലോലുപനാക്കി മാറ്റുന്ന അനവധി പഞ്ചാര വാക്കുകൾ കേൾക്കാറുണ്ട്. ഹല്ലേലൂയ. ഞാനതൊക്കെ പച്ചയ്ക്ക് എന്തിനാ പറയാന്ന് പറയോ, നിങ്ങൾ വീണു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാ, പാപത്തിൽ വീണു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാ. പക്ഷേ ദൈവം എന്നോട് പറഞ്ഞു, നീ ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവനാണ്. നിന്റെ മേൽ ഞാനൊരു അഭിഷേകം പകർന്നിട്ടുണ്ട്. നിന്റെ മേൽ എന്റെ ഒരു ദൃഷ്ടിയുണ്ട്. നിന്നെ വലകൈ പിടിച്ച് നടത്തുന്നത് ഞാനാണ്. നിന്നോട് കൂടെ പോരുന്നത് ഞാനാണ്. നീ എനിക്ക് അപമാനം വരുത്തരുതെന്ന് യേശുവിനോട് പറഞ്ഞു. ഹല്ലേലൂയ. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നത് യേശുവാ, നിന്നോടുകൂടെ പോരുന്നത് യേശുവാ. നീ പാപം ചെയ്യുമ്പോൾ നീ അപമാനിക്കുന്നത് യേശുവിനെയാ. നീ അകൃത്യത്തിൽ വീഴുമ്പോൾ അപമാനം മുഴുവൻ ഏറ്റെടുക്കുന്നത് യേശു ക്രിസ്തുവാ. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ ഈ ലോകത്തിൽ പലരും പാപത്തിൽ വീണ് കഴിയുമ്പോൾ ആ പാപത്തിൽ വീണ ജനത്തെക്കുറിച്ച് ജനം സംസാരിക്കുമ്പോൾ ആ അപമാനം മുഴുവൻ ഏൽക്കുന്നത് ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി മാറിയ യേശുവാ. നമ്മൾ അവന് രോഗബോധം വരുത്തി വെക്കുന്ന എബ്രായർ 6 വായിച്ച് കാണുന്നേ. പാപത്തിൽ വീഴരുത്, നീ വിശേഷതയുള്ളവളാ. ഹല്ലേലൂയ. അപ്പം മല്ലി സ്തോത്രം. അങ്ങനെ 3ാമത്തെ പ്രാവശ്യം ഗലീല പറയും, ഹല്ലേലൂയ. ഗലീലയുടെ ശിംശം പറയും, ക്ഷൗരക്കത്തി എന്റെ തലയിൽ തൊട്ടിട്ടില്ല. ഞാൻ അമ്മയുടെ ഗർഭം മുതൽ ദൈവത്തിന് വ്രതസ്ഥനാകുന്നു. ക്ഷൗരം ചെയ്താൽ ഹല്ലേലൂയ എന്റെ ബലം എന്നെ വിട്ടുപോകും. ഞാൻ ബലഹീനനായ ശേഷം മനുഷ്യരെ പോലെ ആകും എന്ന് അവളോട് പറഞ്ഞു. തന്റെ ഉള്ളം മുഴുവനും അവൻ അറിയിച്ചു എന്ന് കണ്ടപ്പോൾ ദലീല ഫിലിസ്ത്യ പുരുഷന്മാരെ വിളിപ്പാൻ ആളയച്ചു. ഇന്ന് വരുവിൻ, അവൻ തന്റെ ഉള്ളം മുഴുവനും എന്നെ അറിയിച്ചിരിക്കുന്നു എന്ന് പറയിച്ചു. ഫിലിസ്ത്യ പ്രഭുക്കന്മാർ അവളുടെ അടുക്കൽ വന്ന് പണവും കയ്യിൽ കൊണ്ടുവന്നു. ഹല്ലേലൂയ. അവൾ അവനെ മടിയിലുറക്കി. ആരെയാ? ദലീല ശിംശോനെ മടിയിലുറക്കി. നല്ല ഉറക്കം, നല്ല നിദ്ര. ഹല്ലേലൂയ. ഉറക്കി. ഒരു ആളെ വിളിപ്പിച്ച് തലയിലെ ജട 7 കളയിച്ചു.
അവൾ അവനെ ഒതുക്കി തുടങ്ങി. അവന്റെ ശക്തി അവനെ വിട്ടുപോയി. പിന്നെ അവൾ ശിംശോനെ, ഫെലിസ്ത്യൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ ഉറക്കമുണർന്നു. യഹോവ തന്നെ എന്നറിയാതെ ഞാൻ മുമ്പിലത്തെ പോലെ കുടഞ്ഞൊഴിഞ്ഞ് കളയും എന്ന് വിചാരിച്ച് ഫെലിസ്ത്യരോ അവനെ പിടിച്ച് കണ്ണു കുത്തി പൊട്ടിച്ചു. അവന്റെ തലയിലെ ജടയീഴും മുറിച്ചു കളഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവന്റെ മഹാശക്തി അവന് നഷ്ടപ്പെട്ടു. അവന്റെ വെള്ള അഭിഷേകം നഷ്ടപ്പെട്ടു. ഫിലിസ്തീൻ ദലീലയ്ക്ക് പണം കൊടുത്തു. ദലീല പണം വാങ്ങിയെടുത്തു. അല്ലെങ്കിൽ ഫിലിസ്തീൻ ശിംശോന്റെ കണ്ണു കുത്തി പൊട്ടിച്ചു. അല്ലെങ്കിൽ ഗസയിലേക്ക് കൊണ്ടുപോയി ചെമ്പ് ചങ്ങല കൊണ്ട് ബന്ധിച്ചു. അവന് കാരാഗ്രഹത്തിൽ മാവ് പൊടിച്ചുകൊണ്ടിരുന്നു. ഓർത്തു വയ്ക്കുക, ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന കർത്താവിന് വേണ്ടി നാസിർ വറക്കാനായി ദൈവം തെരഞ്ഞെടുത്ത ദൈവവേലയ്ക്ക് വേണ്ടി ഒരുക്കി വെച്ച് ഇസ്രായേലിന്റെ ന്യായാധിപനായി തെരഞ്ഞെടുത്ത ശിംശോൻ ദലീലയുടെ മടിയിൽ വീണുകൊണ്ട് അവിടെ ചക്രവാക്കും മുഖസ്തുതിയും അവളിലുള്ള ആകർഷണ മുഖാന്തരം അവളുടെ വശീകരണത്തിനകത്ത് അകപ്പെട്ടതുകൊണ്ട് അവൾ അവന്റെ ഉള്ളം മുഴുവൻ അറിഞ്ഞ് അവന്റെ ശക്തി അവന്റെ തലയിലെ 7 ജടയിലാണെന്ന് മനസ്സിലാക്കി. ലേലിയ അവൾ ഫെലിസ്തീനെ വിളിച്ചു. അവന്റെ തലമുടി മുറിച്ചവന്റെ ശക്തി വിട്ടുപോയി. അവൻ മുമ്പിലത്തെ പോലെ കുടഞ്ഞൊഴിഞ്ഞ് എഴുന്നേൽക്കുവാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. അവൻ ശേഷം മനുഷ്യനെ പൊടിയായി. അങ്ങനെ ഫെലിസ്തർ അവന്റെ കണ്ണു കുത്തിപ്പൊട്ടിച്ച് ചെമ്പുജങ്ങളെ ബന്ധിച്ച് കാരാഗ്രഹത്തിൽ മാവ് പൊടിക്കുവാൻ കൊണ്ടേയിരുത്തി. ഓർത്തു നോക്കി, അഭിഷേകം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പം പിന്നെ അവന്റെ ജോലി ഇപ്പം കാരാഗ്രഹത്തിൽ മാവ് പൊട്ടിക്കുക. അല്ലേ, തരം താഴ്ന്നു പോയി. തരം താഴ്ന്നു. പാപവനെ തരം താഴ്ത്തി. അല്ലേ, ഒരു സർക്കാർ ജീവനക്കാരിലൊക്കെ ചിലരൊക്കെ പാപം ചെയ്യുമ്പോൾ, അകൃത്യം ചെയ്യുമ്പോൾ, തെറ്റ് ചെയ്യുമ്പോൾ, കൈക്കൂലി വാങ്ങുമ്പോൾ അവരെ തരം താഴ്ത്തും കാണത്തില്ല എന്ന് പറഞ്ഞാൽ ശിംശോനെ അവന്റെ ജീവിതത്തിൽ പരാജയം. അല്ലേ, അങ്ങനെ ശിംശോൻ പിന്നത്തേതിൽ എന്ത് ചെയ്തു? അല്ലേ, പരാജിതനായി മാറി. അത് ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവനായി തെരഞ്ഞെടുത്ത ശിംശോൻ അമ്മയുടെ ഗർഭം മുതൽ വ്യവസ്ഥനായിരുന്നവൻ, നാസിർവദക്കാനായിരുന്നവൻ, ദലീലയുടെ വാക്ക് കേട്ട് ദലീല അവന്റെ ഉള്ളം മുഴുവൻ മനസ്സിലാക്കി. അവൻ തന്റെ ഉള്ളം മുഴുവൻ ദലീലെ അറിയിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം വിളിച്ച് വേർതിരിച്ച അവന്റെ മഹാശക്തി നഷ്ടപ്പെട്ടു പോയി. പുതിയ നിയമസഭയ്ക്കുള്ള ദൂത ഓരോരുത്തരോടും, നിന്റെ അഭിഷേകം നഷ്ടപ്പെടുത്തുന്ന ദലീലമാർ നിന്നെ വശീകരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന സ്വഭാവി നീ അതിൽ വീണ് പോകരുത്. നിന്നെ വശീകരിക്കുവാൻ അനുഭവത്തി ആളുകളുണ്ട്. നല്ല മടിയൊക്കെ നിനക്ക് ഒരുക്കി കിട്ടും. കിടന്നുറങ്ങുവാൻ, സുഖമായിട്ട് കിടന്നുറങ്ങുവാണ് നല്ല മടിയൊക്കെ കിട്ടുമെന്നേ. പക്ഷെ നീ അത് കാണുമ്പം നിന്റെ വേണ്ട അഭിഷേകത്തിന് ഓർക്കണം. നീയായിട്ട് ജീവിക്കണം. നീയായിട്ട് ജീവിക്കണം. നീ ആരാണെന്ന് തിരിച്ചറിയണം. അല്ലേലിയ. ഓരോ ക്രൈസ്തവന് മനസ്സിലാക്കേണ്ടത് ഞാൻ ആരാണ്, എന്റെ പൊസിഷൻ എന്താണ്, എന്റെ ജീവിതം എന്താണ്, ഞാൻ ക്രിസ്തുവിൽ ആരാണ് എന്നവൻ തിരിച്ചറിയണം. അല്ലേലിയ. ഇതറിയണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിലൂടെ വീണ്ടും ജനനം പ്രാപിക്കുന്നവന് മാത്രമേ, കർത്താവായ യേശുക്രിസ്തുവിലൂടെ വീണ്ടും ജനനം പ്രാപിച്ച് ലോകമോഹങ്ങളെ ഒഴിഞ്ഞ് വിശുദ്ധ ജീവിതം നയിക്കുന്ന അഭിഷേകത്തിൽ ജീവിക്കുന്നവന് മാത്രമേ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി വിശേഷതയുള്ളവളായി ജീവിക്കാൻ കഴിയുള്ളൂ. അപ്പൊ മാനസാന്തരപ്പെട്ടവൻ ഒരിക്കലും ദലീലയുടെ മടിയിൽ വീഴില്ല. മാനസാന്തരപ്പെട്ടവനാകട്ടെ, യഥാർത്ഥമായ മാനസാന്തരം ഉണ്ടായവൻ, യഥാർത്ഥമായി വിശുദ്ധി പ്രാപിച്ചവൻ, യഥാർത്ഥമായി അഭിഷേകത്തെ നിറഞ്ഞവൻ, യഥാർത്ഥമായി ക്രൈസ്തവ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ലോകത്തിന്റെ പാപത്തിലേക്ക്, ലോകത്തിലെ ദലീലമാരുടെ കയ്യിലേക്ക് വീഴാതെ വണ്ണം അവനെ കാത്തു സൂക്ഷിക്കും. ലേലിയ. അതിനാണ് വീണ്ടും ജനനം എന്നൊക്കെ പറയുന്നേ. അല്ലെ, അതിൽ പലരും പരാജയപ്പെട്ടു. പലരും ദലീലയുടെ മടിയിൽ വീണ് പലരും പിന്മാറ്റക്കാരായി മാറി. പലരും ദൈവസഭയ്ക്ക് പുറത്തായി. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, ഞാൻ പറയട്ടെ, ദൈവം നിന്നെ തെരഞ്ഞെടുത്തതോർത്താൽ, ദൈവം നിനക്ക് വേണ്ടി കാൽവരിയിൽ ഒഴുക്കിയ ചുടിചോര, ആ ഗത്സമന തൊട്ട് ഗോൽഗോഥ വരെ നിനക്ക് വേണ്ടി അനുഭവിച്ച പങ്കപ്പാടുകൾ, അവന്റെ കൈകാലുകളിൽ ആണി അടിച്ചിറക്കിയതോർത്താൽ, അവന്റെ വിലാപ്പുറം പൊത്തിത്തുറന്നതോർത്താൽ, അവന്റെ ശിരസിൽ മുൾമുക്കിയുടെ വടിച്ചതോർത്താൽ, പടയാളികൾ മാറി മാറി അവനെ ചാട്ടമാർ കൊണ്ടടിച്ച് കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ വിരൂപമായി അവന്റെ ശരീരത്തിലെ മാംസങ്ങൾ അടർന്നടന്ന് വീണപ്പോൾ വേദന കൊണ്ട് പുളഞ്ഞ് മരണത്തിന്റെ മതിവിലായിരിക്കുന്ന യേശുക്രിസ്തുവിനാൽ നീ വീണ്ടെടുക്കപ്പെട്ട് കർത്താവായ യേശുവിന്റെ രക്തത്താൽ നിന്നെ കഴുകി, ഹല്ലേലൂയ, ശുദ്ധീകരിച്ച് നീ ദൈവരാജ്യത്തിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി വിശേഷതയുള്ളവനായി നിന്നെ മാറ്റിക്കഴിയുമ്പോൾ, ഹല്ലേലൂയ,
രക്തം ചെയ്യും. നീ പാപത്തിൽ വീഴരുത്. നീ പാപത്തിൽ വീഴുന്നത് കാണുമ്പോൾ ഹല്ലേലൂയ സ്വർഗം ദുഃഖിക്കുന്നു. നീ ദലീലയുടെ മടിയിൽ തലവെക്കുന്നത് കാണുമ്പോൾ, ദലീല നിന്നെ ആകർഷിക്കുമ്പോൾ, ദലീലയുടെ വശീകരണ വാക്കുകൾ, അവൾ പറയുന്ന പഞ്ചാര വാക്കുകൾക്ക് നീ മറുപടി പറയുമ്പോൾ ഹല്ലേലൂയ നീ സ്വർഗം ദുഃഖിക്കുക. ഒരിക്കൽ ഞാനും എൻ്റെ വൈഫും കൂടെ ഒരു ദൈവദാസനെ കാണാൻ പോയി. ഞങ്ങൾ ദൈവദാസനോട് ഭയങ്കര ലോക്യവും പരിചയവും ഒക്കെ ആയിരുന്നു. മീറ്റിങ്ങുകളൊക്കെ നടത്താൻ സംസാരിച്ച കൂട്ടത്തിലെ ദൈവദാസന്റെ സംസാരത്തിനകത്തൊരു മാറ്റം വരാൻ തുടങ്ങി. സകലം അശ്ലീലമൊക്കെ അദ്ദേഹം പറയാൻ തുടങ്ങി. അവസാനം ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, നമുക്ക് രണ്ടുപേർക്കും ഒന്ന് പോയേക്കാം, ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. അങ്ങനെ ഇന്നിപ്പം ആ ദൈവദാസൻ രണ്ടുപേർക്കും വല്ല കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങിരുന്നും നടന്നും സൂചിച്ചൊക്കെ പോയാൽ മതിയല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ ദൈവദാസൻ, നിങ്ങളൊരു അഭിഷിക്തനല്ലേ, നിങ്ങളൊരു കുടുംബമായിട്ട് ജീവിക്കുന്നതല്ലേ, ഞാനും എൻ്റെ ഭാര്യയും കൂടാണ് നിങ്ങളുടെ ഇടയ്ക്ക് വന്നത്. ഞങ്ങൾക്ക് ഈ കൊച്ചു വർത്താനൊന്നും പറഞ്ഞ് രസിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾക്ക് എന്തെല്ലാം ആത്മീയ കാര്യങ്ങൾ പറയാനുണ്ട്, കർത്താവിനെ കുറിച്ച് എന്തെല്ലാം പറയാനുണ്ട്, യേശുവിനെ കുറിച്ച് എന്തെല്ലാം പറയാം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളെ കർത്താവ് വിളിച്ച് വേർതിരിച്ച് ഭൂതലത്തിലുള്ള സകല ജാതികളിൽ വെച്ച് വിശേഷതയുള്ളവനായുള്ളവളായി ഞങ്ങളെ തിരഞ്ഞെടുത്തത് യേശുവിനെ കുറിച്ച് പറയാനാണെന്ന് പറഞ്ഞു. കൊച്ചു വർത്തമാനൊക്കെ പണ്ട് പറയായിരുന്നു, ഇപ്പൊ അതൊക്കെ നിർത്തിയെന്ന് പറഞ്ഞേ. അല്ലെ ആ സഹോദരൻ അപ്പോഴാണ് ആ തെറ്റ് മനസ്സിലായി. എന്നെ കേൾക്കുന്ന നമ്മൾ ഈ കൊച്ചു വർത്തമാനവും പൊട്ടച്ചൊല്ലും കളിവാക്കിയും ഒക്കെ പറഞ്ഞ് പഞ്ചാര തരുന്ന പഞ്ചാര വാക്കൊന്നും പറഞ്ഞ് നടക്കാനല്ല ദൈവം നമ്മെ വിളിച്ചത്. സുവിശേഷം പറയാനാണ് എന്നെ വിളിച്ചത്. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവനായി ദൈവം നിന്നെ തെരഞ്ഞെടുത്തത്, നിന്നെ തെരഞ്ഞെടുത്തതിന്റെ കാരണം എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ കർത്താവ് യേശുവിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. യേശുവിന്റെ മഹത്വം, പാപിക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്ന, പാപിക്ക് വേണ്ടി ജീവൻ വെച്ചു കൊടുത്ത, പാപിക്ക് വേണ്ടി അവസാനത്തിനുള്ളിൽ രക്തം വരത്തുന്ന, സ്വർഗമഹിമകളെ വെടിഞ്ഞ് താണ ഭൂമിയിലേക്ക് വന്ന രക്തം ചെയ്യും യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ദൈവം നിന്നെ തെരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. നിന്റെ പേര് നീ പൂർത്തീകരിക്കുന്നെങ്കിൽ മാത്രമേ നിനക്ക് നിത്യമായ സ്വർഗീയമായ കാനാനിൽ എത്തിച്ചേരാൻ കഴിയുള്ളൂ. രക്തം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിൽ നിങ്ങൾ വീണ് പോകരുത്, ശിംശോനെ പോലെ വീഴരുതെന്ന്. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഹല്ലേലൂയ, നിങ്ങൾ ഒരിക്കലും പാപത്തിൽ വീഴരുത്, പാപത്തിൽ വീഴാതെ സൂക്ഷിക്കണം. അപ്പൊ ദൈവ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ അവന്റെ പ്രസന്നതയും കൃപയും നിങ്ങളിൽ നിറഞ്ഞ് കവിയാൻ തുടങ്ങും. ദൈവസാന്നിധ്യം നിങ്ങളിൽ ഇരിക്കും, എന്ത് ചെയ്യും? നിങ്ങളിൽ എന്ത് ചെയ്യും? ദൈവത്തിന്റെ തേജസ്, ദൈവ സാന്നിധ്യം നിറയാൻ തുടങ്ങും. ഹല്ലേലൂയ. അപ്പം ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളൊരു പ്രാകൃത മനുഷ്യനാണ്. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം നിന്റെ മേൽ ഉള്ളപ്പോഴാണ് നീ വിശേഷതയുള്ളവൻ. ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുമ്പോൾ നീ പ്രാകൃത മനുഷ്യനാണ്, ജഡിക മനുഷ്യനാ. നിന്റെ വാക്കുകളെല്ലാം പിന്നെ അശ്ലീലം നിറഞ്ഞതായിരിക്കും, നിന്റെ നോട്ടം അശ്ലീലം നിറഞ്ഞതായിരിക്കും, നിന്റെ കേൾവി മുഴുവൻ അശ്ലീലത്തിലേക്കായിരിക്കും. നല്ലത് കാണുവാനുള്ള കണ്ണ് നിനക്ക് കാണത്തില്ല, നല്ലത് പറയുവാൻ കഴിയില്ല, നല്ല വഴിയെ നടക്കാൻ നിനക്ക് കഴിയില്ല. അഭിഷേകം നഷ്ടപ്പെട്ടവൻ എപ്പോഴും പാപത്തിന്റെ വഴിയിലൂടെ ആയിരിക്കും നടക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, നീ വിശേഷതയുള്ളവനായിരിക്കണം. ഹല്ലേലൂയ. നീ വിശേഷതയുള്ളവളായിരിക്കണം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, കർത്താവ് നിനക്ക് വേണ്ടി നൽകുന്ന നന്മകൾ ഓർത്താൽ, ദൈവം നിനക്ക് വേണ്ടി നൽകുന്ന കൃപകൾ ഓർത്താൽ, അനുദിനം നിന്നെ നടത്തുന്നത് ഓർത്താൽ, ഹല്ലേലൂയ, നീ ദൈവത്തെ അനുസരിച്ച് നടക്കണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്. സങ്കീർത്തനക്കാരനെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയണമല്ലോ, അതാണല്ലോ ശുശ്രൂഷയ്ക്കൊരു മഹത്വവും രുചിയൊക്കെ. ദൈവം തന്നെ വിശേഷതയുള്ളവനായി തെരഞ്ഞെടുത്ത് ഭൂമിയിൽ ആക്കി വെച്ചു കഴിഞ്ഞപ്പോൾ ഒരിക്കൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ സർവാന്തരങ്ങളുടെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഹല്ലേലൂയ. അവൻ നിന്റെ ആകൃത്യങ്ങളെയൊക്കെ മോചിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മെ അകൃത്യങ്ങളൊക്കെ മോചിച്ച് നമ്മുടെ പാപത്തെ വിടിവിച്ച് നമുക്ക് സൗഖ്യം തരുന്നേ. 103 സങ്കീർത്തനത്തിൽ വായിച്ചു നോക്കിയാട്ടെ. ഹല്ലേലൂയ. നമുക്ക് ചെയ്ത ഉപകാരങ്ങൾ ഓർത്താൽ, ഹല്ലേലൂയ, ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് ശ്രേഷ്ഠതയുള്ളവനായി നിന്നെ തെരഞ്ഞെടുത്ത് ദൈവം നിന്നെ അനുഗ്രഹിച്ചതോർത്താൽ നീ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. അതിന് നീ ഹല്ലേലൂയ ക്രിസ്തുവിൽ ജനിക്കണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 5:17 വായിക്കുമ്പോൾ കാണുന്നത്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ, ഹല്ലേലൂയ, ഒരുത്തൻ ക്രിസ്തുവിലായാൽ പഴയത് കഴിഞ്ഞു പോയി, ഹല്ലേലൂയ, ഇതാത് പുതിയതായി തീർന്നിരിക്കുന്നു.
അതിനൊക്കെയും കാരണഭൂതൻ ദൈവം തന്നെ. അത് യേശുക്രിസ്തുവിന്റെ വീണ്ടും ജന്മം പ്രാപിക്കുമ്പോൾ കഴിഞ്ഞകാല പഴയകാല സ്വഭാവങ്ങൾ ജീവിതങ്ങളെല്ലാം മാറ്റിക്കളയണം. അല്ലെങ്കിൽ പുതിയതിനെ ധരിക്കണം. യേശുക്രിസ്തുവിനെ ധരിക്കണം. യേശുക്രിസ്തു ജീവിക്കണം. യേശുക്രിസ്തുവിനെ നടക്കണം. യേശുവിനെ കുറിച്ച് പറയണം. അല്ലേ? ആ സ്നേഹമാധുരിമയിൽ, ആ സ്നേഹമധുരത്തിൽ യേശു നിങ്ങൾക്ക് തന്ന ആ സ്നേഹത്തിന്റെ കീഴിൽ നിങ്ങളായിരിക്കണം. അല്ലേ? രക്തം ചെയ്യും. അതുകൊണ്ട് പാപത്തിലേക്ക് വീട് പോകാൻ നീ ഒരിക്കലും ഇടകരുത്. അപ്പൊ ഇവിടെ എല്ലാവരും സ്തോത്രം. ആമേൻ. ദൈവസാന്നിധ്യം നിങ്ങളോട് കൂടി ഇരിക്കുമ്പോൾ നിങ്ങൾ ദൈവ തേജസ്സാലും കൃപയാലും നിറഞ്ഞു കവിയും. ബലത്തിന്മേൽ നിങ്ങൾ ബലം പ്രാപിക്കും. പൂർണ്ണമായ ആനന്ദവും സന്തോഷവും നിങ്ങൾക്കുണ്ടാകും. അല്ലേലിയ സ്തോത്രം. സന്തോഷമുണ്ടാകും. ദൈവസാന്നിധ്യം എടുത്തു കഴിയുമ്പോൾ, ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾ ശിംശോനെ പോലെയായി മാറും. അല്ലേലിയ. അഭിഷേകം നഷ്ടപ്പെട്ടു പോയ ശിംശോൻ അതിശേഷ മനുഷ്യനെ പോലെയായി. ഇപ്പൊ അവര് കണ്ണ് കാണത്തില്ല. കാരണം എന്താ? കണ്ണ് കുത്തി പൊട്ടിച്ചു. അല്ലേലിയ. കണ്ണ് കുത്തി പൊട്ടിക്കുക എന്ന് പറയുമ്പോൾ ഓർത്ത് നോക്കി, ജീവനുള്ള ഒരു മനുഷ്യന്റെ കണ്ണ് ഫിലിസ്തീൻ വന്ന് കുത്തി പൊട്ടിക്കുക എന്ന് പറയുമ്പോൾ അവൻ എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ട്. അവന്റെ കണ്ണ് കുത്തി പൊട്ടിച്ചപ്പോൾ കണ്ണിനകത്തുനിന്ന് ചോരകൾ രക്തം ഒഴുകുമ്പോൾ, കണ്ണ് കുത്തി പൊട്ടിച്ചതുകൊണ്ട് കണ്ണുനീരും ചോരയും കൂടെ ഒന്നിച്ചു കൂടുമ്പോൾ എത്രമാത്രം നീറ്റൽ അവൻ അനുഭവിച്ചിട്ടുണ്ട്. അല്ലേലിയ. ഒരു ദലീലയുടെ മടിയിൽ തലയിൽ മടിയിൽ തലവെച്ച് ഉറങ്ങിയത് കൊണ്ട് അവൻ എത്രമാത്രം പുകച്ചിൽ അനുഭവിക്കുന്ന ശിംശോൻ കണ്ണു കുത്തി പൊട്ടിച്ചു. ചെമ്പ് ചങ്ങല കൊണ്ട് അവനെ ബന്ധിച്ചു. അല്ലേലിയ. കാരാഗ്രഹത്തിൽ അവനെ അടച്ചു. മാവ് പൊടിക്കുന്ന ജോലി കൊടുത്തു. അല്ലേലിയ. വേദനയോടെ, കണ്ണതിയിലൂടെ, ദുഃഖത്തോടെ ശിംശോൻ ശേഷം മനുഷ്യനെ പോലെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ നാസിർ വ്രതക്കാരനെ തെരഞ്ഞെടുത്ത ഒരു മനുഷ്യന്റെ പരാജയമാണ് ഇവിടെ കാണുന്നത്. അല്ലേലിയ. ഈ വചനം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പുതിയ നിയമസഭയ്ക്ക് മാനസാന്തരപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിന് മാനസാന്തരപ്പെടാൻ വേണ്ടിയിട്ടാണ്. പാപത്തിന്റെ വശീകരണങ്ങൾ വന്നു കഴിയുമ്പോൾ, പാപത്തിന്റെ പ്രലോഭനങ്ങൾ വന്നു കഴിയുമ്പോൾ, പാപം നിന്നെ നാശത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ നീ അതിൽ വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ദൈവം ചില മുന്നറിയിപ്പോൾ ദൂതുകൾ സഭയ്ക്ക് കൈമാറുകയാണ്, നിനക്ക് കൈമാറുകയാണ്. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദര, നീ ഒരിക്കലും പാപത്തിൽ വീഴരുത്. നീ വിശേഷതയുള്ളവനാ. അല്ലേലുയ. നിന്റെ മേലുള്ള അഭിഷേകത്തിന്റെ സാന്നിധ്യം, അഭിഷേകം നീ മനസ്സിലാക്കണം. നിന്റെ മേലുള്ള വിളി നീ തിരിച്ചറിയണം. അല്ലേലുയ. അതുകൊണ്ടാണ് നമ്മുടെ പത്രോസ് പറയുമ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ആദ്യം ഉറപ്പാക്കണം. വിളിയും തെരഞ്ഞെടുപ്പും മനസ്സിലാകാത്തവൻ ശിംശോനെ പോലെ പാപത്തിൽ വീഴും. അല്ലേലുയ. വിളിയും തെരഞ്ഞെടുപ്പും മനസ്സിലാകാത്തവൻ എന്ത് ചെയ്യും? ശിംശോനെ പോലെ പാപത്തിൽ വീഴും. അപ്പൊ ഈ നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കി എന്നുള്ള പ്രസംഗം അവന്റെ കുറവ് സഭകളിലില്ല. കാരണം ഈ പ്രസംഗിക്കുന്നവനും വിളിയും തെരഞ്ഞെടുപ്പും മനസ്സിലാകാതെ പലപ്പോഴും ശിംശോനെ പോലെ പോയിട്ടുള്ളത് കൊണ്ട് വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കുക എന്നുള്ള പ്രസംഗിക്കാൻ പറ്റില്ല. ഞാൻ ചോദിക്കുന്നത്, എന്തിനാ നമ്മൾ ഈ ലോകത്തിന്റെ സുഖത്തിന് വേണ്ടിയിട്ട് നിന്റെ മേലുള്ള അഭിഷേകത്തെ നഷ്ടപ്പെടുത്തി കളയുന്നത്? അതുകൊണ്ടാണ് അല്ലേലിയ ഓരോ യൗവനക്കാരികളും അല്ലേലിയ പ്രായമായ വിവാഹം കഴിച്ച് ജീവിക്കണമെന്ന് പൗലോസ് കൊരിന്ത്യലേഖനം 7 പഠിപ്പിക്കുന്നത്. തെറ്റി ആഴലുന്നതിനേക്കാൾ നല്ലത് അല്ലേലിയ വിവാഹം കഴിക്കുന്നത് നല്ലത്. അതാണ് സ്വന്തം ഭാര്യയും കൂടെ ഉണ്ടാകും. സ്വന്തം ഭർത്താവിനെ ഒന്നിച്ച് ജീവിക്കാം. അല്ലേലിയ. ഒരു ദലീലും നിങ്ങളെ വശീകരിക്കത്തില്ല. അല്ലേലിയ. നിങ്ങൾ ഒരിക്കലും പാപത്തിൽ വീണ് പോകരുത്. അല്ലേലിയ. അപ്പൊ നിന്റെ മേൽ അഭിഷേകം നഷ്ടപ്പെടുവാൻ നീ അനുവദിക്കരുത്. ശിംശോനെ അല്ലെങ്കിൽ ശിംശോന്റെ ശക്തി, മഹാശക്തി അവനെ വിട്ട ആ ഒരു ദിവസം അല്ലേലിയ അവൻ ജീവിതത്തിൽ പരാജിതനായി മാറിയെന്നവൻ മനസ്സിലായി. അവന്റെ മഹാശക്തി നഷ്ടപ്പെട്ടെന്ന് കഴിഞ്ഞപ്പോൾ അവൻ അപ്പോഴാണ് ദൈവമാരെന്ന് മനസ്സിലായത്. അവന്റെ മേലുണ്ടായിരുന്ന വിശേഷതയുണ്ടാണ്. അവന്റെ മേലുള്ള അഭിഷേകം എന്തായിരുന്നു, നാസിർവ്രതം എന്താണ്, വ്രതസ്ഥൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് അവൻ അപ്പോഴാണ് കാരാഗ്രഹത്തിൽ വെച്ചത് മനസ്സിലാക്കി. അല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നികത, പഴയ നിയമത്തിൽ ഒരു യോസേപ്പിനെ നമുക്ക് കാണാൻ കഴിയും. അല്ലേലൂയ. യാക്കോബിന്റെ 10 മക്കളിൽ അല്ലേലൂയ സ്തോത്രം 10ാമത്തവനാ. അല്ലേലൂയ സ്തോത്രം. അപ്പൊ യാക്കോബിന്റെ മക്കളിൽ യോസേപ്പ് അല്ലേലൂയ. യോസേപ്പിനെ തന്റെ സഹോദരന്മാർ പൊട്ടക്കുഴിയിലിട്ടു. അല്ലേലൂയ. പൊട്ടക്കുഴിയിൽ നിന്ന് അവനെ വലിച്ചു കയറ്റി ഇസ്മായിലിയർക്ക് വിറ്റു. അല്ലേലൂയ.
അവർ അവനെ പോത്തിഭവന്റെ ഭവനത്തിൽ കൊണ്ടുപോയി. അവിടെയും അവന് ജീവിക്കുവാൻ കഴിയാതെ, വിശുദ്ധിയോടെ ജീവിക്കാൻ കഴിയാതെ, വിശേഷതയുള്ളവനെ കഴിയാൻ പറ്റാതെ ആമിലി അവിടെയും അവൻ പീഡനത്തിനകത്തകപ്പെടാൻ വഴിയൊഴുകി. അവൻ പീഡനത്തിനകത്ത് വീഴാതെ, ആമൻ അവിടെയുള്ള ദലീലയുടെ മടിയിൽ വീഴാതെ, അവളുടെ വശീകരണത്തിനകത്ത് വീഴാതെ യോസേഫ് എന്ത് ചെയ്തു? തുണിയും വിട്ട് കളഞ്ഞിട്ട് ഓടിയെന്ന ലേലിയ. അത് മുഖാന്തരം അവൻ ആക്ഷേപം, പരിഹാസം ഏൽക്കേണ്ടി വന്നു. ചെയ്യാത്ത കുറ്റത്തിന് വേണ്ടി ആമൻ യോസേഫ് കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നു. അല്ലേറിയ കാരാഗ്രഹത്തിൽ കിടന്നപ്പോഴും യോസേഫത്തിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് യോസേഫിന്റെ കാര്യം മനസ്സിലായി. എന്റെ ദൈവം വിളിച്ച് വേർതിരിച്ചത് ആമൻ വിശേഷതയുള്ളവനായിട്ടാണ്. എനിക്ക് ചില ദർശനങ്ങളുണ്ട്, എനിക്ക് ചില സ്വപ്നമുണ്ട്, എന്റെ പേരിൽ അഭിഷേകമുണ്ട്, ദൈവം എന്നെ തെരഞ്ഞെടുത്തതാണെന്ന് മനസ്സിലാക്കിയ യോസേഫ് തന്റെ ജീവിതത്തിനകത്ത് അശുദ്ധി കടന്നു വരുവാൻ യോസേഫ് സമ്മതിച്ചില്ല. അങ്ങനെ കാരാഗ്രഹത്തിൽ യോസേഫ് കിടക്കുന്ന സമയത്താണ് ഫറവോന് സ്വപ്നം കാണുന്നതും മിസ്രൈമിലുള്ള മന്ത്രവാദികൾക്കും അഭിചാരന്മാർക്കും ആ സ്വപ്നം വെളിപ്പെടുത്താൻ കഴിയാതെ വന്നപ്പോൾ, കാരാഗ്രഹത്തിൽ കടന്നപ്പോൾ അവിടെ കാരാഗ്രഹ പ്രമാണിക്കും അപ്പക്കാൻ വെളിപ്പെടുത്തിയ ഒരു സ്വപ്നത്തെക്കുറിച്ച് ഫറവോനോട് പറഞ്ഞപ്പോൾ ഫറവോൻ പറഞ്ഞ്, അങ്ങനെയുള്ള മനുഷ്യനെ എന്റെ അരികിൽ കൊണ്ടുപോവുക. അങ്ങനെ യോസേഫിനെ കൊണ്ടുവന്ന് യോസേഫ് ഫറവോൻ കണ്ട സ്വപ്നത്തെ കുറിച്ച് വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ ഫറവോൻ എന്ത് യോസേഫിന്റെ കൈക്ക് മുദ്രമോദ്രമിട്ട് അല്ലേലിയ മിസ്രൈമിന്റെ രണ്ടാമനായി മാറ്റി. അല്ലേലിയ കണ്ടോ, താഴ്ച നമ്മെ ഉയർത്തുന്ന ഒരു ദൈവം. അതെ, സകല ജാതികളിലും വെച്ച് നിങ്ങൾ വിശേഷതയുള്ളവരാണെന്ന് പറയുമ്പോൾ മോശ ഈ വചനം എഴുതുമ്പോൾ അല്ലേലിയ സ്വോത്രം യോസേഫ് ഈ വചനം അനുഭവിച്ചില്ല. പക്ഷേ ദൈവം വാമൊഴിയായിട്ട് പറഞ്ഞു കാണും യോസേഫിനോട്, യോസേഫേ, നീ സകല ജാതികളിൽ വെച്ച് വിശേഷതയുള്ളവനാ. ഞാൻ നിന്നെ തെരഞ്ഞെടുത്തതാണ്. ഞാൻ നിനക്ക് ചില സ്വപ്നങ്ങൾ തന്നിട്ടുണ്ട്, ഞാൻ നിനക്ക് ചില ദർശനം തന്നിട്ടുണ്ട്. നിന്നോടുകൂടെ ഞാനുണ്ട്, നിന്നോടുകൂടെ പോരുന്നുണ്ട്. നീ എവിടെയായിരുന്നാലും നിന്നെ കൈവിട്ട് കളയാതെ ഞാൻ നിന്നെ നിലനിർത്തും. കാരണം നീ മിസ്രൈമിൽ രാജ്യത്തിന്റെ ഭാരമേറ്റെടുക്കേണ്ടി വരാ. നിന്നെ ഞാൻ ഉന്നതങ്ങളിലേക്ക് കൊണ്ടുവരുമെന്ന് അല്ലെങ്കിൽ യോസേഫ് തന്റെ വിശുദ്ധി നഷ്ടപ്പെടുത്താതെ ദൈവത്തിനു വേണ്ടി നിന്നു രക്തം ചെയ്യും. നമുക്ക് ഈ കാലഘട്ടത്തിൽ അങ്ങനെ നിൽക്കാൻ കഴിയണം. ജീവിത വിശുദ്ധി നഷ്ടപ്പെടുത്തി കളയരുത്. ദൈവത്തോട് ചേർന്ന് വസിക്കണം. അല്ലേരിയ നമ്മൾ ദൈവത്തോട് ചേർന്ന് വസിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ 91 സങ്കീർത്തനം എന്താ പറയുന്നത്? അത്യുന്നതന്റെ മറയിൽ വസിക്കുകയും അല്ലെങ്കിൽ സർവശക്തന്റെ നിഴലുകളിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും അവൻ എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവം എന്ന് പറയുന്നു. അല്ലേലിയ അത് ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവനാണ് ആ അത്യുന്നതന്റെ മറയിൽ വസിക്കാൻ കഴിയുള്ളൂ. ദൈവസാന്നിധ്യം അനുഭവിക്കാത്തവൻ, ദൈവ അഭിഷേകം നഷ്ടപ്പെട്ടവൻ, ദൈവകൃപ നഷ്ടപ്പെട്ടവൻ, പിന്മാറ്റക്കാരൻ എപ്പോഴും സാത്താന്റെ കീഴിൽ വസിക്കുന്നത്. അവനെ നടത്തുന്ന പിശാച. ഏതൊരു ഭക്തനും പാപം ചെയ്യുമ്പോൾ, ആ പാപത്തിലേക്ക് വീഴുമ്പോൾ അവന്റെ മേലുള്ള കർത്തൃത്വം സാത്താൻ ഏറ്റെടുക്കും. അല്ലേലിയ വിശുദ്ധിയോടെ ജീവിക്കുന്നവരാ ദൈവത്തിന്റെ കർത്തൃത്വമുള്ള ദൈവിക സാന്നിധ്യമുള്ളത്. പാപം നിന്നെ സാത്താനിലേക്ക് നയിച്ചുകൊണ്ടിരിക്കും. അല്ലേലിയ ഇന്ന് പകലിൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്നവരെ സ്നേഹിത, മോശ പറയുക അല്ലേലിയ, അങ്ങനെ ഞാനും നിന്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവരായിരിക്കും. നിനക്ക് തന്റെ ഇടത്തോടെ വെല്ലുവിളിച്ച് പറയാൻ കഴിയുമോ സ്വാഭാവി? ഈ വചനം കേൾക്കുമ്പോൾ തന്റെ ഇടത്തോടെ ചങ്കത്ത് കൈവച്ചിട്ട് പറയണം, ഞാൻ ഭൂതലത്തിലുള്ള സകല ജാതികളിൽ വെച്ച് വിശേഷതയുള്ളവളാ. എന്റെ മേലുള്ള അഭിഷേകം ഞാൻ നഷ്ടപ്പെടുത്തി കളയില്ല. എന്റെ മേലുള്ള അഭിഷേകത്തെ ഞാൻ ചൂഷണം ചെയ്യത്തില്ല. എന്റെ മേലുള്ള അഭിഷേകം പിശാച് അപകരിക്കാൻ സമ്മതിക്കത്തില്ല. എന്റെ മേലുള്ള അഭിഷേകം ദൈവം തന്നതാണ്. മാരണം വരെ ഞാൻ ഈ അഭിഷേകത്തിൽ നിൽക്കുമെന്ന് നിനക്ക് പറയാൻ കഴിയുമോ? രക്തം ചെയ്യും. പാവത്തിൽ വീണ് കിടക്കുന്ന തലമുറയോട്, ശാപത്തിൽ വീണ് കിടക്കുന്ന തലമുറയോട്, മദ്യത്തിൽ വീണ് കിടക്കുന്ന തലമുറയോട്, മയക്കുമരുന്നിൽ അടിപ്പെട്ടിരുന്ന തലമുറയോട്, ഈ ലോകത്തിന്റെ ജടിക സുഖങ്ങളിൽ വീണ് കിടക്കുന്നവരോട്, ഈ വക്രതയും കോട്ടമുള്ള തലമുറയോട്, ദോഷവും വ്യഭിചാരമുള്ള തലമുറയോട് ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുക, നിനക്ക് ചങ്കത്ത് കൈവച്ച് വെല്ലുവിളിച്ച് പറയാൻ കഴിയുമോ ഭൂതലത്തുള്ള സകല ജാതികളിൽ വെച്ച് വിശേഷതയുള്ളവനാണെന്ന്? അല്ലേലിയ കർത്താവ് വിളിച്ച് വേർതിരിച്ച് വിശേഷതയുള്ളവനാക്കി മാറ്റിയിട്ട് കൊള്ള പലിശ വാങ്ങുന്നവരുണ്ട്. കൊള്ള പലിശ വാങ്ങുന്നവർ, ബ്ലേഡുകളുണ്ട്. അവർക്കൊന്നും ഇത് പറയാൻ പറ്റത്തില്ല കേട്ടോ. ദൈവനാമത്തിൽ നിന്ന് കർത്താവിന് വേണ്ടി നിൽക്കുകയും സഭയിൽ പോയി ആരാധിക്കുകയും ചെയ്തിട്ട് പലിശയ്ക്ക് കൊടുക്കുന്നവൻ, കൊള്ളപ്പലിശ വാങ്ങുന്നവൻ, അല്ലേലിയ
അവരൊന്നും വിശേഷതയുള്ള ജാതികളല്ല, അവർ ദ്രവ്യാഗ്രഹികളാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പാപം ചെയ്യുമ്പോൾ, പാപം നിന്റെ മേൽ വരുമ്പോൾ നിന്റെ മേലുള്ള അഭിഷേകം നഷ്ടപ്പെടും. നിങ്ങൾ മോശയെ നോക്കിയാട്ട്, ഹല്ലേലൂയ, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ജനം, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട 6 ലക്ഷം ജനങ്ങളും അവരുടെ ഭാര്യമാരും അവരുടെ കുട്ടികളും, ഹല്ലേലൂയ, കൂടാതെ സമ്മിശ്ര പുരുഷാരത്തെയും കൂടെ കൂട്ടി മോശ മിസ്രൈമിൽ നിന്ന് യാത്ര ചെയ്ത് വരുമ്പോൾ, അല്ലെങ്കിൽ തന്റെ കൂടെ എത്രയോ ആളുകൾ ഏതെല്ലാം സ്വഭാവത്തിൽ, ഏതെല്ലാം രൂപത്തിൽ, ഭാവത്തിൽ, ഏതെല്ലാം രീതി സംസാരിക്കുന്നവരുണ്ടായിരുന്നു. എന്നിട്ട് പോലും മോശ ഒരു പാപത്തിൽ പോലും വീണു പോകാതെ ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവനാണെന്ന് മനസ്സിലായ മോശ ദൈവത്തിന്റെ വേണ്ടി, കർത്താവിന് വേണ്ടി നായകനായി നിന്ന് പ്രവർത്തിച്ചു. ഹല്ലേലൂയ. അതെ, നീ മോശയെ പോലെ നിൽക്കണം. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് പുതിയ നിയമത്തിൽ വളരെ ഉദാഹരണമാണ്. പൗലോസിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ വളരെ സന്തോഷം. കാരണം ഭൂതലത്തിലുള്ള സകല ജാതികളിൽ വെച്ച് വിശേഷതയുള്ളവനായി തെരഞ്ഞെടുത്ത പൗലോസ് എന്ന് പറയുന്ന വ്യക്തി തന്റെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ചതാണ്. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി അഹോരാത്രം പണിയെടുത്തു. ജീവിതം മുഴുവൻ കർത്താവിന് ഏൽപ്പിച്ചു കൊടുത്തു. നിന്ദകളും അപമാനങ്ങളും ഭംഗപാടുകൾ ഉപദ്രവങ്ങൾ എല്ലാം പൗലോസ് ഏൽക്കേണ്ടി വന്നപ്പോൾ, മരണകരമായ അനുഭവത്തിലൂടെ താൻ കടന്നുപോയപ്പോഴും വിശേഷതയുള്ളവനാണെന്ന് മനസ്സിലാക്കിയ, ഭൂതലത്തിലുള്ള സകല ജാതികളിൽ വെച്ച് വിശേഷതയുള്ള അപ്പോസ്തലനാണ് ഞാനെന്ന് മനസ്സിലാക്കിയ പൗലോസ്, ഹല്ലേലൂയ, തന്റെ മരണം വരെ, താൻ രക്തസാക്ഷിത്വം ഭരിക്കുന്ന രക്തസാക്ഷിയാകുന്നിടം വരെ തന്റെ വിശുദ്ധി കാത്തു സൂക്ഷിച്ചു. ഹല്ലേലൂയ. അത് നിങ്ങളുടെ വിശുദ്ധിയെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന് സ്തോത്രം. ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ പഴയ മനുഷ്യനെ പോലെയാകും. അപ്പൊ പാപം ചെയ്യുമ്പോൾ, പാപം ചെയ്തപ്പോൾ, ശിംശോന്റെ ജീവിതത്തിൽ പാപം വന്നപ്പോൾ അവൻ ഫിലിസ്ത്യന്റെ കയ്യിൽ അകപ്പെട്ടതുപോലെ പുതിയ നിയമ സഭയോട് പറയട്ടെ, നീ പാപം ചെയ്യുമ്പോൾ സാത്താന്യ ശക്തികളുടെ കയ്യിൽ, ഫിലിസ്ത്യ ശക്തികൾ നീയും വീഴുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഫിലിസ്ത്യനിലേക്ക് വീണു. ഹല്ലേലൂയ. അവന്റെ കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ച് കൈകൾ ചങ്ങല കൊണ്ട് ബന്ധിച്ച് അരയ്ക്കുവാൻ അവനെ ഏൽപ്പിച്ചുകൊണ്ട് ദൈവ സാന്നിധ്യത്തെ നഷ്ടപ്പെടുത്തിയ ശൗൽ രാജാവിന്റെ അവസാനം എന്തായിരുന്നു? എത്ര പരിതാപകരമായിരുന്നു. ഇസ്രായേലിന്റെ 1ാമത്തെ രാജാവ് തെരഞ്ഞെടുത്ത ശൗൽ, ശൗലിനെ അനുസരിക്കാതെ ജീവിച്ചതുകൊണ്ട്, അനുസരണക്കേട് കാണിച്ചതുകൊണ്ട് ശൗലിന്റെ അഭിഷേകം നഷ്ടപ്പെട്ടു പോയി. ശൗലിന്റെ അഭിഷേകം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ശൗലിന്റെ മേൽ ബന്ധം ദുരാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അഭിഷേകമുള്ള ദാവീദിനെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ശൗല് 40 വർഷം ഇസ്രായേലിന്റെ രാജാവായി ഭരിച്ചെങ്കിലും അവസാനം ശൗൽ എന്ത് ചെയ്തു? തന്റെ കുന്തത്തിൽ തന്നെ വീണ് മരിക്കേണ്ടി വന്നു. പാപം ചെയ്താൽ നിന്റെ ജീവിതത്തിന്റെ അവസാനം അധോഗതിയായിരിക്കും, പരാജയമായിരിക്കും, വലിയൊരു പരിതാപകരമായിരിക്കും. വലിയ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പാപം പ്രവേശിച്ചിട്ടുണ്ടോ? നിങ്ങൾ അകൃത്യത്തിലാണോ വീണിരിക്കുന്നത്? ദൈവത്തിന് അകന്നു പോയിട്ടുണ്ടോ? വിശുദ്ധി നഷ്ടപ്പെട്ടിട്ടുണ്ടോ? നിന്റെ അഭിഷേകത്തിന് കുറവ് വന്നിട്ടുണ്ടോ ഇല്ലയോ? നീ തന്നെ ശോധന ചെയ്യണം. അല്ലേ നമ്മെ തന്നെ ശോധന ചെയ്താൽ, അതാണ് ദൈവം പറയുന്നത്. അല്ലേലിയ, നമ്മെ ശോധന ചെയ്യണം. ഹല്ലേലൂയ. അനുദിനം 139 അസംഖ്യമായി ദൈവമേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. യോസേഫിനെ ദൈവം ശോധന ചെയ്ത് അറിഞ്ഞിരുന്നു. പഴയ നിയമത്തിൽ യോസേഫിനെ ദൈവം ശോധന ചെയ്ത് അറിഞ്ഞു. മോശയെ ദൈവം ശുശ്രൂഷിക്കുന്ന മോശയെ ദൈവം ശോധന ചെയ്ത് അറിഞ്ഞു. പൗലോസിനെ ദൈവം ശുശ്രൂഷിക്കുന്ന പൗലോസിനെ ദൈവം ശോധന ചെയ്തറിഞ്ഞു. അതുകൊണ്ടാണ് പറയാം, ദൈവമേ നീ എന്നെ ശോധന ചെയ്ത്, ഞാൻ ഇരിക്കുന്നു എഴുന്നേൽക്കുന്നത് പോലും നീ അറിയുന്നതേ സ്നേഹിത. അതേ സുഹൃത്തെ, എന്നെ കേൾക്കുന്ന മാതാവ്, പിതാവി, നീ എഴുന്നേൽക്കുന്നത്, നീ നടക്കുന്നത്, നീ ചലിക്കുന്നതെല്ലാം കാണുന്ന ഒരു ദൈവമുണ്ട്. അല്ലെങ്കിൽ നിന്നെ സദാസമയം വീക്ഷിക്കുന്ന ദൈവമുണ്ട്. ദലീലാമാർ നിനക്ക് നേരെ കടന്നു വരുമ്പോൾ, ദലീലാമാർ നിനക്ക് നേരെ പുഞ്ചിരിച്ച് കാണിക്കുമ്പോൾ, ദലീലമാർ നിന്നെ കണ്ണ് കാണിക്കുമ്പോൾ, നിന്നെ കണ്ണിറുക്കി കാണിക്കുമ്പോൾ, അങ്ങനെയുള്ള ദലീലമാർ കയ്യിൽ നീ അകപ്പെട്ട് സഭയ്ക്കകത്ത് ദലീലമാരുണ്ട്. സഭയ്ക്കകത്ത് ആരുണ്ട്? ദലീലമാർ. സഭയ്ക്കകത്ത് ആരുണ്ട്? വിശുദ്ധന്മാരുണ്ട്. വിശുദ്ധന്മാരെ വഴിതെറ്റിക്കുന്ന, വിശുദ്ധന്മാരെ പാപത്തിലേക്ക് വീഴുന്ന ദലീലമാർ സഭയ്ക്കകത്ത് വിടഞ്ഞു കയറിയിട്ടുണ്ട്. സൂക്ഷിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൾ നിന്റെ മേലുള്ള അഭിഷേകത്തെ നഷ്ടപ്പെടുത്തി കളയും. അപ്പൊ ഈ ശിംശോനെയൊക്കെ നമുക്ക് വേദപുസ്തകത്തിൽ മുന്നറിയിപ്പായിട്ട് തന്നിരിക്കുന്നത് ഞാൻ മുമ്പ് ആവർത്തിച്ചിരുന്നു. നമുക്ക് ഒരു ദൂത അത് കേട്ടോ.
ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. അപ്പൊ ഇവിടെ ദൈവത്തിനെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്കും കർത്താവിന് ഇടയ്ക്ക് പാപം വന്നു നിൽക്കരുത്. നിങ്ങളും കർത്താവുമായുള്ള ബന്ധത്തിൽ, നിങ്ങളും കർത്താവുമായി നടക്കും പാപം നിന്റെ ജീവിതത്തിൽ കാണരുത്. പാപം ഇടയ്ക്ക് വരരുത്. ഹല്ലേലൂയ. ദൈവത്തിനും മനുഷ്യനിടയിൽ ഏക മധ്യസ്ഥ യേശു ക്രിസ്തുവാണ്. അത് നിനക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന യേശു കൊണ്ട്. അതുകൊണ്ട് ദൈവത്തിനും മനുഷ്യനിടയിൽ ഏക മധ്യസ്ഥനായിരിക്കുന്ന യേശു നിന്റെ കൂടെ ഉള്ളത് കൊണ്ട് ആമേൻ യേശുവിന് നിന്റെ ജീവിതത്തിൽ പാപം വന്നു നിൽക്കരുത്. ഓരോ ദിവസവും അതിരാവിലെ എഴുന്നേറ്റ് ദൈവിക തേജസ്സിന് വേണ്ടി, ദൈവിക സാന്നിധ്യത്തിന് വേണ്ടി, ദൈവകൃപയ്ക്ക് വേണ്ടി നീ കുടുംബമായിട്ടിരുന്ന് പ്രാർത്ഥിക്കണം. അതിരാവിലെ എഴുന്നേറ്റ് കർത്താവേ, ഇന്ന് ഞാൻ ജോലിക്ക് കടന്നുപോയി, എന്റെ ഓഫീസില്, എന്റെ ജോലി സ്ഥലത്ത്, എന്റെ കൃഷി സ്ഥലത്ത്, ഞാൻ കടന്നു ചെല്ലുന്ന മേഖലയില് പാപം എന്നിലേക്ക് പ്രവേശിക്കാതിരിക്കുവാൻ, പാപത്തെ ഞാൻ വീണു പോകാതിരിക്കുവാൻ, ദലീലമാരുടെ കണ്ണന്റെ മേൽ വരാതിരിക്കുവാൻ നിന്റെ തേജസ് കൊണ്ട് എന്നെ നിറയ്ക്കണമേ. നിന്റെ അഭിഷേകത്തെ നിറയ്ക്കണം. ഞാൻ ഭൂതലത്തുള്ള സകല ജാതികളിലും വിശേഷതയുള്ളവനായി ലോകക്കാരോടൊപ്പം ജോലി ചെയ്യുമ്പോഴും ഞാൻ വീട്ടിലേക്ക് മടങ്ങി വരുന്നിടം വരെയും വൈകിട്ട് നിന്റെ സന്നിധി മുഴക്കാനും മടക്കുന്നിടം വരെ എന്റെ പേരിൽ അഭിഷേകം നഷ്ടപ്പെട്ടു പോകാതെ വിശേഷതയുള്ളവനായി നിൽക്കുവാൻ കഴിയണമേ എന്ന് നീ പ്രാർത്ഥിച്ചിറങ്ങണം. ഹല്ലേലൂയ. അതെ, പാപം നിന്നെ നശിപ്പിക്കരുത്. ഹല്ലേലൂയ. അപ്പൊ നീ ദൈവത്തിൽ. ഹല്ലേലൂയ. അപ്പൊ ഓരോ ദിവസവും നിങ്ങൾ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കണം. ഓരോ ദിവസവും നിങ്ങൾ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കണം. ഹല്ലേലൂയ. ദൈവിക സാന്നിധ്യം അനുഭവിച്ച് ജയത്തോടും ആനന്ദത്തോടും നിങ്ങൾ ജീവിതത്തിൽ മുമ്പോട്ട് പോകണം. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ടാണ് പൗലോസ് ലേഖനം എഴുതുമ്പോൾ, റോമർക്ക് ലേഖനം എഴുതിയപ്പോൾ 14-ാം അധ്യായം 17-ാമത്തെ വാക്യം പറയുന്നു, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. അപ്പൊ ദൈവരാജ്യം എന്താ? ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനം പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട സന്തോഷവുമാണ്. അതേ സ്നേഹിത, ദൈവരാജ്യത്തിന്റെ അംഗമായി, സ്വർഗരാജ്യത്തിന്റെ അംഗമായി ദൈവം നിന്നെ തെരഞ്ഞെടുക്കാൻ വേണ്ടി അവൻ നിനക്ക് വേണ്ടി ജീവൻ വെച്ചു തന്നു. അവൻ നിനക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്നു. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വായിച്ച വചനത്തിലേക്ക് മടങ്ങി വരട്ടെ. വായിച്ച വചനം എന്താണ്? സ്തോത്രം. പുറപ്പാട് പുസ്തകം. ഹല്ലേലൂയ. സ്തോത്രം. 33-ാം അധ്യായം 16-ാമത്തെ വാക്യം. എന്നോടും നിന്റെ ജനത്തോടും കൃപയുണ്ടെന്നുള്ളത് ഏതിനാൽ അറിയും? നീ ഞങ്ങളോടുകൂടെ പോരുന്നതിനാൽ അല്ലയോ? അങ്ങനെ ഞാനും നിന്റെ ജനം ഭൂതലത്തുള്ള സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവനായിരിക്കും എന്ന് പറഞ്ഞു. മോശയുടെ പ്രാർത്ഥന എത്ര ശക്തിയേറിയ പ്രാർത്ഥന. അതെ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, പാപത്തിന് വീണുപോകാതെ ഈ വചനം നിനക്ക് മുന്നറിയിപ്പാൻ ദൂതാണ് നീ ഏറ്റെടുത്തുകൊണ്ട് മാനസാന്തരം മടങ്ങുക. എവിടെയെങ്കിലും പാപത്തിൽ വീണ് ദൈവത്തിന് അകത്തുണ്ടെങ്കിൽ ഇന്ന് പകൽ മടങ്ങി വരുവാൻ ദൈവം അവസരം എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്. കർത്താവിന് മടങ്ങി വരും എനിക്ക് ആവശ്യമാണ്. എന്റെ അകൃത്യങ്ങൾ എന്നെ വിടിവിക്കാൻ, എന്റെ പാപത്തിന് വിടിവിക്കണമേ. വിശുദ്ധ ജീവിതം നയിപ്പാൻ എന്റെ മേലുള്ള എന്റെ മേലെ ദൈവം നഷ്ടപ്പെടുത്തി കളയാതെ അന്ത്യത്തോളം വിശുദ്ധിയോട് നിൽപ്പാൻ കൃപ നൽകണമെന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു ചെറിയ കേരളത്തിൽ ലോക രാജ്യങ്ങൾ 800 കോടി ജനത്തിനായി വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവി, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങൾ ഭരിക്കുന്ന രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടണ മേധാവി, ഗോത്രങ്ങൾ, ദ്വീപുകൾ, ആദിവാസി ട്രൈബൽ മേഖലയായിരിക്കും സകല ജനത്തെയും അല്ലെങ്കിൽ ഞങ്ങൾ ദൈവരംഗിലെത്തിക്കുന്ന സകല ഭരണാധികാരികളെ ശേഷത്തിൽ ബാല്യത്തിൽ, കൗമാരി, യുവരത്തിൽ, വൃത്താസം, യാമത്തിൽ ഓർമ്മ ജീവിതത്തിൽ തടവറയിലായിരിക്കുന്നവർക്കായി കരസേന, വ്യോമസേന, നാവികസേനാധികാരികൾ, അതിർത്തികൾക്കാക്കുന്ന BSF, CRPF, ക്രമസമാധാന പാലകർ, നിയമനിർമ്മാണ രംഗത്തെ അനുഭവങ്ങളെ, പോലീസിന്റെ വിവിധ സെക്ഷനുകളെ, കരയിലക്കടലുവാകാശമാർ, വാഹനം ഓടിക്കുന്ന, വാഹന യാത്ര സേവ് ചെയ്യുന്നവരെയും സകലമിന്റെ ബുദ്ധിമേൽ ആരോഗ്യ വിദ്യാഭ്യാസ സാമ്പത്തിക മേഖല, ഭാഗ്യമേഖല, ആരോഗ്യ മേഖലയായി സകല ജനത്തെയും മത, സാമൂഹിക, സാംസ്കാരിക, ചരിത്ര, മാധ്യമ, മീഡിയ രംഗങ്ങളിൽ ഭരണവിരുദ്ധ പാർട്ടികൾക്കായി കടലോരവാസി, വിദേശവാസി, മത്സ്യബന്ധന, കടന്നുവരി, ഖനികൾ, കമ്പനി ഫണ്ട് ജോലി ചെയ്യുന്നവർ, ചേർത്തുമരുന്ന എല്ലാ വ്യാപാരികളും, വ്യവസായികളെ, വഴിയോര കച്ചവടക്കാരെ, കർത്താവി, മെക്കാനിക്കൽ, മോട്ടോർ യൂണിയൻ രംഗത്ത് എല്ലാ ടാക്സി ഡ്രൈവേഴ്സെയും, അല്ലെങ്കിൽ കർത്താവ് ശീലമേലും കാർഷിക മേഖല ജോലി ചെയ്യുന്നവർ, കർത്താവി, സ്തോത്രം, സാങ്കല, മദ്യത്തിൽ ലഹരി അടിപ്പെട്ട് കിടക്കുന്നവർ, എല്ലാ ദുർനടപ്പിൽ ജീവിക്കുന്നവർ, മടങ്ങി വന്ന് മാനസാന്തരപ്പെടുന്ന യേശുവിന്റെ കരങ്ങളിൽ സകല ദുഷ്കർമ്മം വിട്ട് പിന്മാറ്റക്കാരിലെ മടങ്ങി വരട്ടെ. വിദേശ രാജ്യങ്ങൾ ജോലിക്ക് കഷ്ടസഹി വേദനയിൽ നൊമ്പരപ്പെടുന്നവർ
അതിലായി വിസ നഷ്ടപ്പെട്ട ജോലി നഷ്ടപ്പെട്ടവർ അല്ലേലിയ വിസ കിട്ടാൻ ഭാരപ്പെടുന്ന വിസ അമേലിയ പാസ്പോർട്ട് നഷ്ടപ്പെട്ടവരെ നാട്ടിൽ കിടന്നു ഭാരപ്പെടും മടങ്ങായിട്ട് വേദന അനുഭവിക്കുന്നവർ സാലറി വിദേശത്തെ പീഡ അനുഭവിക്കുന്ന സൗകര്യന്മാർ അമ്മയെ പഠിക്കാൻ പറ്റുന്ന കുഞ്ഞുങ്ങളെ തലമുറകളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മറ്റു ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പഠിക്കുന്നവർ ജോലിക്കായി കടന്നവർ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ വേദിയുമായി കടന്നവരിക്കുന്ന ദൈവദാസിദാസന്മാരുടെ തലമുറയെ ഓർക്കുന്ന കർത്താവി മാരകമായ രോഗത്തെ ഭാരപ്പെടുന്ന കടക്കണിയാൻ ഭാരം ജപ്തികൾ നേരിടുന്നവർ വിവാഹപ്പെടുന്ന സൗര്യമാർ തലമുറകൾ വിവാഹ തലമുറ ഭാരപ്പെടുന്നവർ എല്ലാവരും നിങ്ങളോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് ശാപത്തിന് പാപത്തിന് കീഴിൽ കിടക്കുന്നവരും വിടുതൽ കൊടുക്കണമേ. അല്ലെങ്കിൽ ജനം വിടിവിക്കപ്പെടും മടങ്ങിവിടും മദ്യത്തെ തീർമാമയും അറിയപ്പെടും മടങ്ങിയിടുവാൻ തീവ്രവാദം ഭീകരം ഇറങ്ങി ലവപ്പെട്ട് കിടക്കുന്ന സകലം മടങ്ങി വന്ന് രാജ്യത്തിനകത്ത് സമാധാനം ഉണ്ടാകുവാൻ ജനം വിശുദ്ധിക്ക് കടന്നിടുവാൻ ഭൂതലത്തിലുള്ള സകല ജാതികളും വിശേഷതയുള്ളവരായി കർത്താവിന്റെ വരവിനെ ഒരുങ്ങുന്ന ഒരു തലമുറയെ ഒരു കൂട്ടം ജനത്തെ അവിടുന്ന് വേർതിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മുഖത്ത് കൊടുക്കണം ഈ കർത്താവിന്റെ വിരിയുടെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ.